ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിൽ താങ്കളുടെ ഭാവനയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം യു. എന്താണ് അവിടെ നടന്നത്? ആരാണ് ആ വ്യക്തി? അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനായിരുന്നോ? എവിടെയാണ് ആക്ച്വൽ എൽ ഡൊറാഡോ? ഗ്യാങ് വാറുകളുടെ വിളനിലമായിരുന്ന നഗരത്തിൽ അസുരന്മാരിലെ ദേവൻ എന്ന പത്രങ്ങളാൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു കൊടും കുറ്റവാളി ജീവിച്ചിരുന്നു. ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ബോംബെയിൽ വന്നത്, തീക്കനലിൽ വീണതുപോലെ ഇതേ ചെവിയിലെ ആൾക്കാർ കഴിക്കാൻ ഭക്ഷണം ചോദിച്ചതിനും കിടക്കാൻ 3 അടി സ്ഥലം ചോദിച്ചതിനും എന്നെ തല്ലി. അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിൽ ഊതി ഊതി അടിച്ചടിച്ചവരാ ഇരുമ്പിനെ കത്തിയാക്കി. കത്തിക്കൊന്നല്ലേ അറിയൂ. नहीं रे, तेरा बाप का और तेरा बाप मैं हूं. സ്വർണത്തിന്റെ പെട്ടി അവർ ചില്ലറക്കാശിടാൻ വെച്ചിരിക്കുക. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാൻ. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി. പക്ഷേ ഈ ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം ഇവിടുത്തെ വിധാൻ സൗദയും കാലാവസ്ഥ എന്താണെന്ന് അറിയും മുമ്പേ ഞാൻ അത്ര വലിയ മാന്യനല്ലെന്ന് നീ അറിയണം. നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയണം. നാട് ഭരിക്കാൻ വരുന്നവൻ അവൻ ആരാണെന്നറിയിക്കണം. ഇഫ് യു തിങ്ക് യു ആർ ബാഡ്, ഐ ആം യുവർ ഡാഡ്. ട്രിഗറിന്റെ മേൽ വിരൽ വെച്ചവരൊന്നും ഷൂട്ടറാകില്ല, പെണ്ണിന്റെ മേൽ കൈവച്ചവനൊന്നും ആണുമാകില്ല. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. റോക്കിക്ക് ക്യൂരിയോസിറ്റി വളരെ കൂടി. ജീവിതത്തിൽ കുറച്ച് പേടി വേണം. ആ പേടി ഹൃദയത്തിൽ ഉണ്ടാവണം. ആ ഹൃദയം പക്ഷെ നമ്മുടെ ആയിരിക്കരുത്, നമ്മുടെ എതിരാളികളുടെ ആയിരിക്കണം. May I come in? പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ല ഞാൻ. ഞാൻ തല്ലിയ 10 പേരും ഡോണുകളാണ്. അവൻ റൗഡിയാവുന്നതിന് മുമ്പ് ബോംബെയിലെത്തിയപ്പോൾ വേറൊരു പേരായിരുന്നല്ലോ, രാജകൃഷ്ണപ്പ ബേരിയ. അത് റോക്കി ചെയ്ത് എങ്ങനെയാണ് സാർ? പോലീസിന്റെ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളവൻ ജനങ്ങളുടെ മനസ്സിൽ രാജാവായിരുന്നു. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഞാനും നീയൊക്കെ എന്തിനാ പേടിക്കുന്നു? വലിയ ഗ്യാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ബോംബെയുടെ ഒരു ഭാഗത്ത് കടലാണ്, മറുഭാഗത്ത് റോക്കി. ഇവിടത്തെ തിരകൾക്ക് തീരത്തെ തൊടണമെങ്കിൽ പോലും അവന്റെ അനുവാദം വേണം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.